ഒരു ജോലി കിട്ടാതെ എങ്ങനെ പെങ്കൊച്ചിനെ വേറൊരു വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത്? നമ്മുടെ കാലം കഴിഞ്ഞാൽ അവര് ജീവിക്കണ്ടേ? നമ്മൾ വാക്കാൽ ഒരു കാര്യം പറഞ്ഞു ഉറപ്പിച്ചതല്ലേ സുകുമാരി ചേച്ചി? ഇവിടെ പന്തലുകാരൊക്കെ ചോദിക്കുക കല്യാണം എന്താ മാറിപ്പോയോന്ന്. ഞങ്ങൾ ബന്ധുക്കാരോടും നാട്ടുകാരോടൊക്കെ എന്ത് പറയും? അവരോടൊക്കെ ചെറുക്കന്റെ പെങ്ങൾക്ക് ജോലി കിട്ടിയില്ലാന്ന് പറയാനൊക്കോ സുകുമാരി ചേച്ചി? അവളെ ഉരുളിയും കൊട്ടകം ഒക്കെ കമത്തി പെടാതിരുന്നേനെ ഞാൻ അങ്ങനെ അവളുടെ ചേച്ചിയാവും. അതെന്നാ വർത്തമാനോ? ദിവ്യ സ്വാതി ഒരേ പ്രായമല്ലേ? അപ്പൊ ഞങ്ങളുടെ ദിവ്യ ഇവിടെ നിർത്തിക്കൊണ്ട് നിങ്ങളുടെ സ്വാതിയുടെ കല്യാണം നടത്താൻ പറ്റുമോ? അതൊക്കെ നമ്മളൊന്ന് ഓർക്കണ്ടേ? ദിവ്യക്ക് കല്യാണം നടക്കാത്തതേ അവളുടെ അഹമ്മദിക്ക് നിങ്ങൾ കൂട്ടു നിൽക്കുന്നത് കൊണ്ടാ. അവക്ക് ബാങ്ക് പരീക്ഷ എഴുതാൻ കമ്പുണ്ടെന്ന് വിചാരിച്ചേ നിങ്ങൾ വേണ്ടേ സമയത്തിന് കല്യാണം നടത്താൻ? ബാങ്ക് പരീക്ഷ എഴുതാൻ കമ്പോ? പഠിക്കാൻ പോകുന്ന ഒരു പെങ്കുച്ചിനെ കുറിച്ച് പറയാൻ കൊള്ളാവുന്ന വർത്താനമാണോ നിങ്ങൾ ഈ പറഞ്ഞത്? അതെ, നിങ്ങളുടെ മോൾക്ക് ആദ്യം ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ട് കൂടുതൽ കളിക്കണ്ട. നിങ്ങൾ പോവെണ്ണുമില്ല. ഞങ്ങളുടെ മോനെ നിങ്ങളുടെ തലതെറിച്ച പെണ്ണിനെ വേണ്ട. ഇതേ അടക്കൊതുക്കുള്ള പെണ്ണുങ്ങൾ താമസിക്കുന്ന വീടാ. ഞങ്ങൾക്ക് പണ്ടേ വേണ്ടതല്ലേ. ചോദിച്ചോ? ദാമ്പത്യ ജീവിതത്തിൽ കുഴക്കല് വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? ആ ബ്രോക്കർ എന്നെ വിളിച്ചിരുന്നു സ്ഥലം കൊടുക്കുന്നുണ്ടെന്ന് ചോദിച്ചിട്ട്. സ്ഥലത്തിന്റെ വില കൂടി വരുന്നുണ്ട് പോലും. എന്റെ ഫോൺ കേട്ട് അവിടെ ഉണ്ടോ? എവിടെയാണെങ്കിലും കാണും. ആ വൈബ്രേഷൻ മോഡിലായിരിക്കും. ആഹാ, അടിച്ച് ഫിറ്റായിരിക്കുകയാണെന്ന് അറിയാൻ വേണ്ടി വിളിക്കുവാണ്. ഹലോ. എവിടെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്? അമ്മ എന്റെ അമ്മയോട് നിങ്ങളുടെ തല തെറിച്ച മോളെ എന്റെ മോന് വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായി എന്നെ ചതിക്കുമായിരുന്നു. എടാ, ഞാൻ സിനിമയ്ക്ക് കൊണ്ടുപോയതല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. എടാ, അതാണോ നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം? നീ വീട്ടിൽ വിളിച്ച് കാര്യം ചോദിക്കൂ. അമ്മ അപ്പോഴത്തെ ദേശത്തിന് അങ്ങനെ പറഞ്ഞോളൂ പോട്ടെ. എന്നാലും തലറിച്ച കുട്ടി എന്നൊക്കെ പറയാൻ പാടുണ്ടോ? ഞാനേ അന്നേരത്തെ ദേശത്തിന് പറഞ്ഞതല്ലടാ. ഇതേ കുറച്ച് നാളായിട്ട് പറയാൻ വെച്ചതാ. നമുക്കേ ഈ ബന്ധം വേണ്ട. അമ്മേ അരുണേ, ഞങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം. വഴക്കം മക്കാനായിട്ട് കല്യാണം നടത്താന്ന് വെച്ചാ ഇങ്ങതാ ദിവ്യക്ക് ബാങ്ക് ജോലി കിട്ടിയില്ലാന്ന് വെച്ചാ ഞങ്ങളുടെ മോളിവിടെ മൂത്ത് നരിച്ച് നിൽക്കണമെന്നാണോ? എന്ത് പറഞ്ഞടാ? വീട്ടുകാരെ തമ്മിലടി. എടാ, നീ എപ്പോഴും ഈ പഴങ്കഞ്ഞി പോലെ നിൽക്കാതെ. എടാ, ഈ വീട്ടുകാരും നാട്ടുകാരൊക്കെ ഈ കല്യാണം കൂടാനും പിന്നെ ബിരിയാണി കഴിക്കാനൊക്കെ കാണുള്ളൂ. ഇത് നിങ്ങളുടെ ജീവിതമാണ്. നീ ഒരു തീരുമാനം എടുക്ക്. ലോകത്തേത് ശക്തി എതിർക്കുവാണെങ്കിലും ഈ അരുൺ പവിത്രൻ എന്ന ഞാൻ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നെങ്കിൽ അത് സ്വാതിയായിരിക്കും. ഈ രാത്രി എന്നെ നാട്ടിലേക്ക് പോകും. കല്യാണ തീയതി കുറിച്ച് ഇനി ബാംഗ്ലൂരിലേക്ക് മടങ്ങും. പോരെ? മുഴുവൻ കുടിച്ചു. ആ സോപ്പ് ഇട്ടാ. സോപ്പൊക്കെ തേക്കാറുണ്ടോ? എടാ, നിനക്ക് അവളെ കല്യാണം കഴിക്കാൻ പറ്റുള്ളെങ്കിൽ അത് മതി. അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി തന്നല്ലേ. എല്ലാം പൊളിഞ്ഞല്ലേ. ആ ദിവ്യയുടെ ഒരു ബാങ്ക് ജോലി. എടാ, ബാങ്ക് ജോലിക്ക് എന്തൊരു കുഴപ്പം? നീ ബാങ്കിലല്ലേ? പിന്നെ അവളെ പോലെ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് അത് നടക്കൂലെന്ന് കണ്ടപ്പോ ബാങ്കിൽ കയറി. എടാ, നിന്നെപ്പോലെ തന്നെ അവളും എൻ്റെ മരുമോളാ. ആ കാര്യം നീ മറക്കരുത്. മാമാ, ഞാൻ അവളെ രജിസ്റ്റർ മാരേജ് കഴിക്കും. എന്തത്? ഞാൻ അവളെ രജിസ്റ്റർ മാരേജ് കഴിക്കുന്നു. എടാ, നിക്കടാ അവിടെ. എനിക്ക് ഈ കല്യാണം തന്നെ മതി. അല്ലെങ്കിൽ ഞാൻ രജിസ്റ്റർ മാരേജ് ചെയ്യും. അയ്യോ മോളെ, നീ അതിനൊന്നും മുതിരണ്ട. അച്ഛൻ നടത്തി തരാ ഈ കല്യാണം. നിങ്ങളൊന്നും മിണ്ടാതിന് മനുഷ്യ. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എന്നാ അച്ഛനും മോളും കൂടെ ആയിക്കോ. പറഞ്ഞ കേൾക്കരുല്ലോ. ഞാനും കൂടി ഇരുന്ന് ഉറപ്പിച്ച കല്യാണമല്ലേ ഇത്. ഒറ്റ വാക്കൻ അങ്ങനെ മുറിച്ചു കളയാനൊന്നും പറ്റില്ല. ഒന്നുമില്ലെങ്കിൽ ഞാൻ ചെക്കൻ്റെ അമ്മാവനല്ലേ. രാവിലെ തന്നെ ചരമക്കുളം വിരിച്ച് വെച്ച് ആരൊക്കെ ചത്തെന്ന് മഷിയിട്ട് നോക്കണം. ആ ലെവലാതി. എത്ര പേരാ കല്യാണ ഇഷ്ടത്തിന് വന്നത്? അവരോടൊക്കെ ഇനി എന്ത് പറയും? 6 മാസം കഴിഞ്ഞ് കല്യാണം നടത്താന്ന് പറഞ്ഞല്ലേ. അവര് പന്തൽ വരെ ഏർപ്പാടാക്കി മാമാ. അവര് പന്തലിട്ടതാന്നോടാ വലിയ കാര്യം. എടി, ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇവൻ കല്യാണം കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തേക്ക് ചാടുമെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്?
എന്റെ വല്യച്ചി അവനെങ്ങനെ രജിസ്റ്റർ മാരേജ് ചെയ്താ നമ്മുടെ കുടുംബത്തിന് മാന പോണം. ആ ചെറുക്കനും മണം കൂടെ ഒളിച്ചോടി പോയി കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞപ്പോഴാ രണ്ടു കൂട്ടരും കൂടെ ഒന്നിച്ചതേ. അല്ലെങ്കിൽ രണ്ടു കൂട്ടരും കൂടെ തമ്മിൽ തല്ലി പിരിഞ്ഞു പോയവരാ. അതെ. ദിവ്യ എന്തേ സുകുമാരി ചേച്ചി? അവൾക്കിന്ന് സിൻഡിക്കേറ്റ് ബാങ്കിന്റെ പരീക്ഷയുണ്ട് ചേച്ചി. എടോ പെണ്ണു വീട്ടുകാര് ആടി കളിക്കുന്നുണ്ടല്ലോ. ഇത് സിമെന്റ് ഇട്ട് ഉറപ്പിച്ചേക്കണം. കുറച്ച് മണലും കൂടെ ചർച്ച ചെയ്യാം. വാർത്തകളെ അപ്പോ നമ്മളെല്ലാരും പറഞ്ഞ പോലെ മലയാള മാസം മേടവം 29 കല്യാണം. എന്തേ? അതിന് 2 ആഴ്ച മുമ്പ് നമ്മൾ കല്യാണ സാരിയും ആഭരണമൊക്കെ എടുക്കും. എല്ലാവർക്കും സമ്മതല്ലേ? മാറ്റൊന്നുമില്ലല്ലോ. നീയും കൂടെ വാ. അതെ അതെ അച്ഛാ പോവാം. അമ്മ വരുന്നില്ല. അതെന്ത് പരിപാടിയാ അമ്മേ? നമുക്കെല്ലാവർക്കും വേണ്ടിയല്ലേ ഡ്രസ്സ് എടുക്കുന്നേ. അവരോടെന്ത് പറയും ഇനി? ഇത് നിനക്ക് വേണ്ടി മാത്രം നടത്തുന്ന കല്യാണമല്ലേ? അപ്പൊ നീ തന്നെ ചെറുക്കെടുക്കാൻ പോയച്ചാ മതി. എനിക്ക് നല്ല സുഖമില്ലെന്ന് പറഞ്ഞേര്. അമ്മ തമാശ കളിക്കാതെ വാ അമ്മേ. എടാ, ഈ പെണ്ണ് വീട്ടുകാരെ അവരുടെ പൊങ്ങച്ചം കാണിക്കാൻ നടത്തുന്ന പരിപാടിയാണ് ഈ ചരക്കെടുപ്പ്. അതിന് വന്ന് നിന്ന് തരാൻ എനിക്ക് മനസ്സില്ല. അടിപൊളി. പോവാ. നീ വരുന്നോ? കേറിക്കോ. അയ്യോ, അച്ഛൻ വരുന്നില്ലേ? പിന്നെ ഞാനും കൂടെ. ഇങ്ങക്ക് നാണമില്ലല്ലോ. എല്ലായിടത്തും വരഞ്ഞു കയറി പോയിക്കോളൂ. പോയിട്ട് പോ. വെച്ചിട്ടുണ്ടല്ലോ. നിന്ന് ചമ്മാതെ പോയി പെനയില് കലക്കാൻ നോക്കാം. വെൽക്കം. ഇതാണ് നമ്മുടെ. എങ്ങനെയുണ്ട്? അടിപൊളി. കൊള്ളാം. ഈ ഫ്ലാറ്റ് മുഴുവൻ നമുക്ക് പിള്ളേരെ കൊണ്ട് നിറയ്ക്കണം. അതിന് അരുണേട്ടൻ കൂടി പെരേണ്ടി വരും. അത് വേണ്ട. കൺഗ്രാറ്റ്സ് അരുൺ. കല്യാണമാണ്, വരണം. കല്യാണമാണല്ലേ? കൺഗ്രാചുലേഷൻസ്. താങ്ക് യു സർ. പിന്നെ പലതവണ ഇതും പറഞ്ഞ് ലീവ് എടുത്തിട്ടുള്ളത് കൊണ്ട് ഇത്തവണ ഒരു 3 ദിവസം ലീവ് എടുത്തോ. പോയി അടിച്ചു പൊളിച്ചു. പിന്നെ തിങ്കളാഴ്ച തിരിച്ച് ജോയിൻ ചെയ്യണം. 3 ദിവസം പറയുമ്പോ ഒന്ന് സെക്കൻഡ് സാറ്റർഡേയും മറ്റേ സൺഡേ അല്ലേ? അത് ശരിയാണല്ലോ. എടാ, നിന്നെ കൊണ്ട് പറ്റാത്തോണ്ടാ. ഞാനായിരുന്നു നിങ്ങളുടെ ചൊറിച്ചില്. കല്യാണമാണ്, വരണം. കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഹാപ്പി മാരീഡ് ലൈഫ്. സുദീപ് സർ, കല്യാണമാണ്. ಕಂಗ್ರ್ಯಾಚುಲೇಷನ್ಸ್ ಸ್ವಾತಿ, ಖಂಡಿತ ಬರ್ತೀನಿ. താങ്ക് യു.